ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ഏപ്രിൽ 2026, ഈ മാസത്തെ 5-ാമത്തെ ദിവസം, ഈ വർഷത്തെ 95-ാമത്തെ ദിവസം, വലിയ നോമ്പ് വീടുന്ന ദിവസം. 466-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തെ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം ഉയർപ്പിന്റെ ഞായറാഴ്ച എന്നത് ആണ്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ പ്രധാന വേദഭാഗം മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയും, മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-1 മുതൽ 10 വരെയും, ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 24-1 മുതൽ 12 വരെയും, യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയും ഉള്ള വേദഭാഗങ്ങൾ ആണ്. മശിഹായുടെ ഉയർപ്പ് പ്രധാനപ്പെട്ട മോറാനായ കർത്താവിനടുത്ത പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മശിഹ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ തമസ്കരിക്കുന്നതിന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ആലോചന നടത്തുകയും രാത്രിയിൽ പടയാളികൾ ഉറങ്ങുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നതിനായി പടയാളികൾക്ക് പണം കൊടുത്തതായും മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-11 മുതൽ 15 വരെയുള്ള വേദഭാഗത്ത് പറയുന്നുണ്ട്. മശിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു, എന്നാൽ മരണത്തിന് അവനെ പിടിച്ച് വയ്ക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ മൂലം മരണം ഉണ്ടായതുപോലെ തന്നെ മനുഷ്യൻ മൂലം മരിച്ചവർക്ക് പുനരുത്ഥാനവും ഉണ്ടാകുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്ന ശരീരം അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ആത്മീയ ശരീരമാണ് ഉയർക്കുന്നത്. എല്ലാ പരേതരും വിശ്രമിക്കുന്നത് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിലാണ്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ഒഴിഞ്ഞ കല്ലറയും കുരിശും മരണത്തിന്മേലുള്ള വിജയത്തെ കാണിക്കുന്നു. സുറിയാനി സഭ ക്രൂശിത രൂപമില്ലാത്ത കുരിശ് ഉപയോഗിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനാലാണ്. ദൈവപുത്രന്റെ കാൽവറിയിലെ യാഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സഭാവിഭാഗങ്ങൾ ക്രൂശിത രൂപത്തോടുകൂടി കുരിശ് ഉപയോഗിക്കുന്നതായും നമുക്ക് അറിയാം. മാലാഖ സ്ത്രീകളോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം പുനരുദ്ധാനം ചെയ്തു. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഉയർപ്പിന്റെ സന്ദേശം ആദ്യം ലഭിച്ച സ്ത്രീകളാണ് മഗ്ദലനക്കാരി മറിയയും, യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും, സബദി പുത്രന്മാരുടെ അമ്മയായ ശലോമിയും ഷോലും യോഹന്നായും ഉണ്ടായിരുന്നു. യോഹന്ന ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യയാണ്. കർത്താവിനെ സ്നേഹിച്ച മറ്റു സ്ത്രീകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മുടെ കർത്താവിനെ കല്ലറയിൽ നിന്നും എടുത്തു മാറ്റി എന്ന് മഗ്ദലനക്കാരി മറിയം പറയുന്നത് കേട്ട് ശിമോനും യോഹന്നാനും കല്ലറയിലേക്ക് ഓടിച്ചെന്നു. പ്രായം കുറഞ്ഞവനായ യോഹന്നാൻ ശ്ലീഹ ആദ്യം കല്ലറയ്ക്ക് എത്തിയെങ്കിലും അകത്തേക്ക് കടന്നില്ല. പിന്നാലെ ശിമോൻ വന്നു, കല്ലറയിലേക്ക് കടന്നു. പിന്നീട് യോഹന്നാനും കല്ലറയുടെ അകത്ത് ചെന്നതായി പറയുന്നു. മാലാഖ കല്ലറയിൽ ചെന്നവരോട് പറഞ്ഞത് മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി. മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. കർത്താവിന്റെ ജീവനുള്ള വചനങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വിശ്വാസികൾക്ക് സാധിക്കണം.
എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ശിഷ്യന്മാരോട് അവർ ഗലീലയ്ക്ക് പോകുവാനും അവിടെ വെച്ച് അവർ എന്നെ കാണുമെന്നും പറയുവാനും യേശു സ്ത്രീകളോട് പറഞ്ഞതായി മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28 7-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യെരുശലേമിലേക്ക് പോകാതെ ജാതികളുടെ ഗലീലയിലേക്ക് പോയി. കാരണം ഒരു പുതിയ തുടക്കം ജാതികളിൽ നിന്ന് ആരംഭിക്കേണ്ടതിനാണ് അപ്രകാരം ചെയ്തത്. സ്ത്രീകൾ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടിയാണ് ആ പ്രഭാതം ചെലവഴിച്ചത്. ഭൂമി കുലുക്കത്താലും കബറിങ്കലെ മാലാഖമാരുടെ ദർശനത്താലും അവർക്ക് ഭയം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതിനാൽ അവർക്ക് സന്തോഷവും ഉണ്ടായി. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ മുഖപ്രസന്നതയോടെ കാണുന്നതിനുള്ള ഭാഗ്യത്തിനായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. ആദാമിന്റെ പാപം മൂലം ദൈവത്തിൽ നിന്ന് ദൂരസ്ഥനായ നാം യേശു മിശിഹായുടെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-13 പറയുന്നുണ്ട്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നത് കൊണ്ടല്ല, പിന്നെയോ താൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ പുത്രനെ അയച്ചു തന്നു. 1 യോഹന്നാൻ 4:10 അത് പറയുന്നുണ്ട്. ആ വീണ്ടെടുപ്പിന്റെ കിരീടമാണ് ഉയർപ്പ് പെരുന്നാളെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ 50 ദിവസങ്ങൾ നാം വളരെ ആദരവോടുകൂടി ഭക്തിയോടുകൂടി നോമ്പ് ആചരിച്ചു, അനുഗ്രഹം പ്രാപിച്ചു എന്നതിന് 2 അഭിപ്രായമുണ്ടാകുകയില്ല. നോമ്പിന്റെ രണ്ട് ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. അത് നമ്മൾക്ക് ഏവർക്കും അറിയാം. ശരിയായ രീതിയിൽ അത് ആചരിച്ചവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവാതിരിക്കില്ല. അവർ ഈ ലോകത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ലോകത്തിൽ നിന്നും യാത്രയാകുകയുള്ളൂ എന്ന് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 കിരീടമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് മാമോദീസയിലൂടെയും രണ്ടാമത്തേത് വിവാഹത്തിലൂടെയും ആണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ നിത്യതയുടെ കിരീടത്തിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ബാക്കിയുള്ള ജീവിതം ഇവിടെ ജീവിക്കുന്നത്. ആ ജീവിതം ആത്മീയമായി ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി നാം ജീവിക്കുകയും സഭ നമ്മളെ അനുശാസിക്കുന്നതായ ആ 5 കാനൂനിക നോയമ്പുകൾ, അതായത് 106 ദിവസത്തെ നോയമ്പും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ഉപവസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തെ നമ്മൾ അറിയുന്നുവെങ്കിൽ, വേദപാരായണം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് ഈ നോമ്പ് ഒരു കാരണമായി തീരട്ടെ. ഇത് എല്ലാ നല്ല വിശ്വാസികൾക്കും ഒരു ആത്മീയ തീർത്ഥാടനമായി കാണും എന്ന് കരുതുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.